സെൻസർ ചെയ്ത സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ അവർ പണം വാങ്ങിച്ചു ശരീരം കാണിച്ചെന്നൊക്കെ പറയുന്ന ആരോപണം, അതും ഈ പറയുന്ന മറ്റൊരു ഇലക്ഷൻ തന്ത്രമായേ കാണാൻ കഴിയുള്ളൂ. അവർ ഇത്രയും കാലം ഈ സംഘടനയ്ക്ക് വേണ്ടി ആടിയും പാടിയും ഡാൻസ് ചെയ്തും നാടകം അഭിനയിച്ചും അവരുണ്ടാക്കി കൊടുത്ത പണമാണ്. അവരുടെ തല കുനിഞ്ഞു പോകുന്ന തരത്തിലാണ് ഈ സംഘടനയിലെ അംഗങ്ങൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കെല്ലാം പണി വരുന്നുണ്ട് അവറാച്ച എന്നറിയാം, വരുന്ന മുറയ്ക്ക് നേരിടാം. അഡ്ഹോക് കമ്മിറ്റി രാജിവെച്ചതിന് ശേഷം അത് കഴിഞ്ഞതിനൊരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. ശ്രീ മോഹൻലാൽ അവിടെ തന്നെ തുടരുകയും അതേ ഗ്രൂപ്പ് തന്നെ ഭരണത്തിലേക്ക് വരുമെന്നും അതങ്ങനെ തന്നെ തുടർന്ന് പോകും എന്നും ആയിരുന്നു ഒരു കണക്ക് കൂട്ടൽ. അപ്പോൾ ആ അഡ്ഹോക് കമ്മിറ്റി അങ്ങനെ തന്നെ കയറുകയാണെങ്കിൽ 1-2 സ്ഥാനങ്ങളിലേക്കേ പ്രശ്നം വരുള്ളായിരുന്നു. അപ്പോൾ ശ്രീ ബാബുരാജ് ജനറൽ സെക്രട്ടറി ആയിട്ട് അങ്ങനെ അങ്ങ് തുടരും എന്നുള്ളതായിരുന്നു ഒരു കണക്ക് കൂട്ടൽ. എന്നാൽ അപ്രതീക്ഷിതമായി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ശ്രീ മോഹൻലാൽ രാജിവെച്ചു. അപ്പോൾ ഇലക്ഷനിലേക്ക് പോവുകയാണെന്നുള്ളത് അന്ന് കഴിഞ്ഞ ജനറൽ ബോഡിക്ക് ഉണ്ടായ ഒരു അനൗൺസ്മെൻ്റാണ്. അപ്പോഴും അഡ്ഹോക് കമ്മിറ്റിക്ക് ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും ഉണ്ടായിരുന്നില്ല. അവർ തന്നെ അങ്ങനെ സ്വാഭാവികമായി വരുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷ. അതിനുശേഷമുണ്ടായ ചില സംഭവ വികാസങ്ങൾ ആ പ്രതീക്ഷയ്ക്ക് അവരുടെ സ്വപ്നങ്ങളെ തകിടം മറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് അമ്മയുടെ പെൺമക്കൾ എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതും അതിനകത്തുണ്ടായ പരസ്പര ധാരണാ പ്രശ്നങ്ങളും അതിനകത്തുണ്ടായ തർക്കങ്ങളും ഒക്കെ ഒരു കാരണമാണ്. അപ്പോൾ അതിനകത്ത് ചില അജണ്ടകൾ വായിക്കാൻ പറ്റി. അജണ്ടകൾ ഒരു യൂട്യൂബറും ഈ അമ്മയുടെ പെൺമക്കളുടെ അഡ്മിൻസും പറയുന്ന ഒരേ നെറേറ്റീവ് ആയതുകൊണ്ടാണ് എന്നെപ്പോലുള്ളവർ ശ്രദ്ധിക്കുകയും അത് അങ്ങനെ ചോദ്യം ചെയ്യുകയും ചെയ്തത്. അപ്പോൾ അതിനുശേഷമുണ്ടായ കുറേ കാര്യങ്ങൾ ഒരു വശത്തൂടെ നടക്കുകയും മറ്റൊന്ന് ഒരു ചാനലിൽ നമ്മുടെ ഒരു സ്ഥാനാർത്ഥിയായിരുന്ന ഒരു പെൺകുട്ടിയെടുത്ത് ഈ ആരോപണ വിധേയർ നിൽക്കാമോ എന്നൊരു ചോദ്യം ചോദിച്ചു. ആരോപണ വിധേയർ നിൽക്കാമെന്നും മന്ത്രിമാർക്കും ആരോപണമുണ്ടല്ലോ എന്ന് പറഞ്ഞത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് വേണ്ടത്ര മനസ്സിലാക്കലില്ലാത്തത് കൊണ്ടാണ്. അതിനുശേഷം വലിയ ആരോപണങ്ങൾ സരിതാ നായരൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് ബാബുരാജിന് ഈ ആരോപണത്തിൽ നിന്നും ഈ ഇലക്ഷന് മത്സരിക്കുന്നതിൽ നിന്നും മാറി നിൽക്കേണ്ടത് വന്നു. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പിലും യൂട്യൂബറും നടത്തിയിരുന്ന ഒരു നെറേറ്റീവ് ഉണ്ട്. അത് 2-3 സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയായിരുന്നു. പ്രത്യേകിച്ച് കുക്കു പരമേശ്വരന് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായി മാറി. കാരണം സിദ്ദിഖുമായുള്ള മത്സരത്തിൽ, കഴിഞ്ഞ വർഷത്തെ ജനറൽ ബോഡിയിൽ സിദ്ദിഖുമായുള്ള മത്സരത്തിൽ കുക്കു കുറച്ച് വോട്ടുകൾക്കാണ് തോറ്റത്. അപ്പോൾ ഒരു ശക്തമായ ഒരു സാന്നിധ്യമായ ഒരു മത്സരാർത്ഥിയുമായി ബാബുരാജിനെതിരെ വരാമെന്നുള്ളത് കൊണ്ട് തന്നെ നേരത്തെ പ്ലാൻ ചെയ്ത് അവർ അറ്റാക്ക് തുടങ്ങിയിരുന്നു. മറ്റൊരാൾ സരയു വരാൻ സാധ്യതയുണ്ടായിരുന്ന അൻസിബയ്ക്കെതിരെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടാണ്. അപ്പോൾ അതിനും നേരത്തെ തന്നെ തടയിടാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ ആരോപണ വിധേയൻ എന്നുള്ള പ്രശ്നം പൊങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നതോടുകൂടി പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി. അപ്പോൾ ഒരു സ്ത്രീകളെ കൊണ്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് കുക്കുവിനെതിരെ ഒരു ആരോപണം ഉണ്ടായത്. 2018 മുതൽ 2025 വരെ ഉള്ള ഒരു ജനറൽ ബോഡിയിലും അവതരിപ്പിക്കാത്തൊരു പ്രശ്നം, ഹേമ കമ്മിറ്റിയിൽ പോയി പരാതി പറയാത്തത്, പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാത്തത്, ചാനലുകാർ ഹേമ കമ്മിറ്റി കഴിഞ്ഞിട്ട് ഒരുപാട് പേരെ വിളിച്ചിട്ട് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു, അവരോട് പറയാത്തത്, അങ്ങനെ ഒരു ആൾക്കാരോടും മുന്നേ പറഞ്ഞിട്ടില്ലാത്ത വിഷയമായി ഇവർ മാധ്യമങ്ങളെ കണ്ടു. അതിനകത്ത് ഒരു ഇലക്ഷൻ്റെ തന്ത്രം മണത്തിരുന്നു. അതിപ്പോൾ ഉറപ്പിക്കാവുന്നത് ശ്വേതയുടെ വിഷയം കൂടെ വന്നതുകൊണ്ടാണ്. അതുമാത്രമല്ല, ഓരോരുത്തർക്കും ഓരോ മരുന്നെന്നുള്ള പോലെയാണ്. നാസർ ലത്തീഫ് അവിടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ നാസർ ലത്തീഫിന് എതിരെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയും 3 പേരാണ് മത്സരിക്കുന്നത് ആ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. അപ്പോൾ നാസർ ലത്തീഫിൻ്റെ ഒരു കൊല്ലം മുമ്പുള്ളൊരു വോയിസ് നോട്ട് പുറത്തു വിട്ടുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രതിരോധിച്ചതെങ്കിൽ ആ ഗ്രൂപ്പിലെ മറ്റംഗങ്ങൾക്ക് വേണ്ടി ഓരോ തരത്തിലുള്ള കരുക്കളാണ് നീക്കിയത്. അത് കുക്കുവിന് വേണ്ടി ഉള്ളത് ഒരു മെമ്മറി കാർഡിൻ്റെ ആരോപണമാണ്. അത് നമുക്കാർക്കും അറിയില്ല. അത് ആരെയോ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു. ഞാൻ പറയുന്ന ചാനലുകാർ അങ്ങനെ ഒരാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരണം, നിങ്ങൾക്കൊരു നമ്പറൊക്കെ കൊടുത്ത് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഞാൻ ഭീഷണിപ്പെടുത്തിയെന്ന് വരെയായി. അവസാനം നമുക്ക് എന്ത് കാര്യമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം തൊട്ടേ ഇവരോട് പറയുന്നത്, നിങ്ങൾ ഈ മാധ്യമങ്ങളിൽ ഇങ്ങനെ സംസാരിക്കല്ലേ, ഫിലിം കോൺക്ലേവ് നടക്കുകയാണ്, ഹേമ കമ്മിറ്റി കഴിഞ്ഞ് ഫിലിം കോൺക്ലേവ് വരെ എത്തി നിൽക്കുന്നതാണ്, നിങ്ങൾ കേസ് കൊടുക്കൂ. അവർക്ക് ഞാൻ ദിവ്യ IASൻ്റെയും പിന്നെ ഹരിത മാമിനോട് ഞാൻ ഈ വിഷയം സംസാരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ മെറിൻ മാമിൻ്റെ ഫോൺ നമ്പറും കൊടുത്തു. എന്നിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, തിരുവനന്തപുരത്തുണ്ട്, വേണമെങ്കിൽ CMൻ്റെ ഓഫീസിൽ പോയി കാണാം, നിങ്ങൾക്ക് എന്താണ് പരാതി എന്ന് പറയാം. അപ്പോൾ എന്നോട് വളരെ വ്യക്തമായി പൊന്നമ്മ ബാബു പറഞ്ഞു, ഞങ്ങളെല്ലാം ഉഷ ഹസീനയുടെ കൂടെയാണ്, നിങ്ങൾ അതിനകത്ത് ഇടപെടേണ്ടതില്ല എന്ന്. അതിനുശേഷം മാധ്യമങ്ങളിൽ ഞാൻ ഇടപെടാതിരിക്കാൻ
അല്ലെങ്കിൽ എൻ്റെ ഒരു ഇടപെടൽ അവർക്കൊരു ബുദ്ധിമുട്ടാണെന്നും എന്തിനാണ് ഇവർ ഇടയ്ക്ക് കയറുന്നതെന്നും ഇവർ നാട്ടുകാരോടൊക്കെ ഇത് നിർത്തണമെന്ന് പറയുന്നതായും ഞാൻ റിപ്പോർട്ടറിൽ കേട്ടു. അതെന്നെ അതിശയിപ്പിച്ചു. എന്താണെന്ന് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു അജണ്ടയും എനിക്കില്ല. അവർ ഇനിയും പരാതി ഉണ്ടെങ്കിൽ അവർ കോടതിയിലോ അല്ലെങ്കിൽ പോലീസിനെയൊക്കെയാണ് സമീപിക്കേണ്ടത്, മാധ്യമങ്ങളിലല്ല. അല്ലെങ്കിൽ തന്നെയും ഒരുപാട് ചീത്തപ്പേരുള്ളൊരു സംഘടനയാണ് അമ്മ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സംഘടനയുമാണ്. അപ്പോൾ അതിനൊരു മുഖം നല്ലതായി വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ. ആ ചീത്തപ്പേര് AMM എന്നുള്ള വലിയ അടക്കം മാറണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് മരുന്ന് കൊടുക്കുന്ന, ഒരുപാട് പേർക്ക് അന്നം കൊടുക്കുന്ന, ഒരുപാട് പേർക്ക് കൈനീട്ടം കൊടുക്കുന്ന ഒരു സംഘടനയാണ്. 150ഓളം പേര് അതിൽ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ പേര് മരുന്നിന് ഗുണം ചെയ്യുന്നുണ്ട്. ആ സംഘടന നശിക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു ആരോപണം വന്നാൽ, സ്ത്രീ വിഷയത്തിലൊരു ആരോപണം വന്നാൽ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കും. പിന്നീട് അത് ക്യാൻസൽ കൾച്ചറാണ്, ഇനി ഇത് പാടില്ല എന്ന്. പക്ഷേ ശ്വേതയ്ക്കും ആരോപണ വിധേയനെന്നുള്ള പേരിൽ ബാബുരാജിനെ മാറ്റി നിർത്തിയപ്പോൾ മറ്റ് ആൾക്കാരെയും സ്ഥാനാർത്ഥികളെയും പ്രധാന സ്ഥാനാർത്ഥികളെയും ആരോപണ വിധേയരാക്കിയാൽ മതി, മാറിയിക്കണമെന്ന് നമ്മൾ പറയുമല്ലോ. പക്ഷെ അവിടെ നമുക്ക് തെറ്റിപ്പോയി. അങ്ങനെ ആരോപണ വിധേയരാകാൻ പറ്റൂല. ഒരു സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ, സിനിമയിൽ സെൻസർ ചെയ്ത സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ അവർ പണം വാങ്ങിച്ചു ശരീരം കാണിച്ചെന്നൊക്കെ പറയുന്ന ആരോപണം, അതും ഈ പറയുന്ന മറ്റൊരു ഇലക്ഷൻ തന്ത്രമായേ കാണാൻ കഴിയുള്ളൂ. ഇത് ഒരു തലയ്ക്കും ഇലക്ഷനോട് തൊട്ട് മുന്നേ വരുന്ന ആരോപണങ്ങളെ അല്പം കൂടെ ശ്രദ്ധയോടെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് എൻ്റെ അപേക്ഷ. കാരണം അല്ലെങ്കിൽ ഇത് വലിയ കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. കാരണം നമ്മുടെ നാട്ടിൽ ഒരാളെ ആരോപണ വിധേയനായി ഒരിക്കൽ ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ സൈബർ അറ്റാക്കും സൈബർ ലിഞ്ചിങ്ങും ജീവിതകാലം മുഴുവൻ തുടരും. നിങ്ങൾ പറയുന്ന ഒരു ആരോപണ വിധേയനെ ചൂണ്ടിക്കാണിച്ചാൽ അയാൾ ഇനി ചാവുന്നവരെ അയാൾ കുറ്റക്കാരനാണ്. ഒരിക്കലും അത് മാറാൻ പോകുന്നില്ല. കുറച്ചും കൂടെ ജാഗ്രത, പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ മുന്നോടിയായി നടക്കുന്ന ഈ കുറ്റപ്പെടുത്തലുകളെ അല്പം കൂടെ ജാഗ്രതയോടെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവർ ചോദിക്കുന്നത് ഈ മെമ്മറി കാർഡ് വിഷയത്തിൽ ഇവർ സംസാരിക്കുമ്പോൾ ഞാൻ എന്തിനാണ് ഇടപെടുന്നത്, ഇവർക്ക് എന്ത് കാര്യം? അപ്പം ഞാൻ ഒരു പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഒരാളാണെന്നും ഇങ്ങനൊരു പ്രശ്നം വന്നാൽ നിങ്ങളടക്കം ആൾക്കാർ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുന്ന ഒരാളുമാണ്. ആ അർഹത മാധ്യമങ്ങൾ എനിക്കെന്തിനാണ് തന്നേക്കുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആ ചോദ്യം എനിക്ക് നേരെ വരുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇടപെടാൻ ശ്രമിച്ചു. ഞാൻ വിളിച്ചന്വേഷിച്ചു, ഈ ക്യാമറ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ മൈക്ക് ഉണ്ടായിരുന്നോ എന്നൊക്കെ ഞാൻ ഈ ആൾക്കാരെ വിളിച്ച് ചോദിച്ചു. അതിൽ 12 പേരാണ് ഉണ്ടായിരുന്നത്. അവരുടെ പേരും ഉഷ ഹസീന പറയുന്നുണ്ടായിരുന്നു ഒരു ചർച്ചയിൽ. അപ്പം അങ്ങനെയാണ് ഞാൻ ആ പേരുകൾ അറിഞ്ഞത്. ഞാൻ അതിൽ പലരെയും വിളിച്ച് ചോദിച്ചു. അപ്പോൾ ചിലർ പറഞ്ഞില്ല, ഓഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല റെക്കോർഡ് ചെയ്യാനായിട്ട്. ഉഷ ഹസീന പറയുന്നു ദൂരെ ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ക്യാമറ ശബ്ദം കിട്ടില്ലല്ലോ. അപ്പോൾ കുക്കു പറഞ്ഞു ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് അവരുടെ ഒരു ബൈറ്റിൽ പറഞ്ഞു. ഒരു മനോരമയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഏഷ്യാനിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ വിളിച്ചിരുന്നു. ഞാൻ 3-4 ആക്ടേഴ്സിനെ വിളിച്ചു. അതിൽ അവരുടെ പേര് ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രിയങ്ക അനൂപിൻ്റെ പേര് ഞാൻ പറയാം. കാരണം പ്രിയങ്കയാണ് അത് പറഞ്ഞത്. മൈക്ക് ഉണ്ടോ എന്നൊക്കെ അവർ വിളിച്ചു ചോദിച്ചു. അവർക്ക് എന്ത് കാര്യം അതിൽ സംശയമുണ്ടത്. അപ്പോൾ പ്രിയങ്ക ആദ്യം പറഞ്ഞത് ഇതുപോലത്തെ മൈക്ക് ഞങ്ങൾ മാറിയാണ് സംസാരിച്ചത്. പിന്നെ പറഞ്ഞു അല്ലല്ല ഇവിടെ വെച്ചിരുന്നതാണ്, ഒരു മൈക്ക് അവിടെ വെച്ചിരുന്നു. 2 ക്യാമറയുണ്ട്, 2 മൈക്ക് വയ്ക്കണ്ടേ? അപ്പോൾ എല്ലാത്തിലും നമുക്കൊരു കൺഫ്യൂഷനുണ്ട്, ഓഡിയോ റെക്കോർഡ് ചെയ്യപ്പെട്ടോ ഇല്ലയോ എന്ന്. പക്ഷേ ഈ മെമ്മറി കാർഡ് കുക്കുവിൻ്റെ വശമാണ്, കുക്കുവിൻ്റെ പക്ഷമാണ്, കുക്കുവിനെ ജയിപ്പിക്കാനാണ് ശ്രമം എന്നാണ് മറ്റൊരു ആരോപണം. എനിക്ക് അങ്ങനെയൊന്നുമില്ല. അമ്മ നന്നായിരിക്കണം എന്നേ ഉള്ളൂ ആഗ്രഹം. കുക്കു ജയിക്കണോ അല്ലെ ശ്വേത ജയിക്കണോ അല്ലെ തീർച്ചയായിട്ടും സ്ത്രീകൾ വരണമെന്ന് എനിക്കുണ്ട് കേട്ടോ, അത് വേറൊരു വിഷയം. പക്ഷെ എന്നാൽ കൊള്ളാവുന്നവർ വരണമെന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിങ്ങനെ ഒരു തെറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് കൂട്ടുവയ്ക്കുമോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ ഈ പറയുന്ന ഈ മെമ്മറി കാർഡ് വിഷയം ഇത് എവിടെ പോയി എന്ന് കുക്കുവിനോട് ചോദിക്കാനായിട്ട് കഴിയില്ല. കാരണം അവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഇല്ല, സബ് കമ്മിറ്റിയിലും ഇല്ല. ഉത്തരവാദികളെ ചോദിക്കാൻ പറ്റുള്ളൂ. ഞാൻ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫയൽ കണ്ടില്ല, പ്യൂൺ എടുത്തോണ്ട് പോയി, ഞാൻ കണ്ടത് എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആരോട് ചോദ്യം വരിക? ഇതിന് ഭാരവാഹിയോടല്ലേ ചോദ്യം വരുള്ളൂ. ശ്വേത ഈ വർഷമല്ല, കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം തന്നെ പറഞ്ഞ പ്രസിഡന്റായിട്ട് മത്സരിക്കും. ഇപ്പം അല്ല, കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ശ്വേത പറഞ്ഞിട്ടാണ് പോയത്. ശ്വേത വൈസ് പ്രസിഡന്റായിട്ട് കഴിഞ്ഞ വർഷം ശ്വേത മത്സരിച്ചില്ല. അതിന് മുമ്പ് പറഞ്ഞു അടുത്ത പ്രാവശ്യം ഞാൻ വൈസ് പ്രസിഡന്റായിട്ട് മത്സരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ശ്വേത പോയത്. ശ്വേത മത്സരിക്കും എന്നുള്ളത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. അത് ഇപ്പോൾ ഇതിനകത്ത് ആരൊക്കെയാണ് ഇതുകൊണ്ട് ബെനിഫിറ്റ് ചെയ്യുന്നവരെന്നല്ലേ നമുക്ക് ഇതിനകത്ത് അന്വേഷിക്കാൻ പറ്റുള്ളൂ. ഞാൻ ബാബുരാജിൻ്റെ പേരെടുത്ത് പറയുന്നില്ല, കാരണം എനിക്ക് അങ്ങനെ പറയാനുള്ള അറിവില്ല.
പക്ഷേ കോൺസ്പിറസി ഉണ്ട്, ഗൂഢാലോചനയുണ്ട്. ഞാൻ ബാബുരാജിൻ്റെ പേര് എടുത്തു പറയുന്നില്ല, പക്ഷേ കോൺസ്പിറസി ഉണ്ട്. കാരണം ഹൈദരാലിയുടെ നെറേറ്റീവും ഇവർ പറയുന്ന നെറേറ്റീവും എല്ലാം ഓൾമോസ്റ്റ് സിമിലറായി വരുന്നു. അത് യൂട്യൂബർ പറയുന്നതും ഇവർ പറയുന്നതും നെറേറ്റീവ്സ് സിമിലർ ആവുന്നു. ഞാനത് ശ്രീ ബാബുരാജിന് ഒരു ദിവസം വോയിസ് നോട്ട് അയച്ചു. ഇത് രണ്ടും ഈ സിമിലറായിട്ട് വരുന്നുണ്ട് ഈ വോയിസ് നോട്ട്, എന്താണ് കാര്യം എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം അതിന് മറുപടി തന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ നമുക്ക് ഈ യൂട്യൂബറുമായി അടുപ്പമുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ഒരു സംശയം തോന്നുന്നത്. ഇതെല്ലാം സംശയമാണ്. ആരോപണം ഞാൻ മുന്നോട്ട് വയ്ക്കുന്നില്ല ആർക്കെതിരെയും. പക്ഷേ ഇലക്ഷന് നിൽക്കുന്നവരും പവർഫുള്ളായിട്ടുള്ള ആൾക്കാരിലേക്ക് ഇലക്ഷന് നിൽക്കുന്നവരും മാറി നിന്ന് നിൽക്കാതെ പോയവരും എല്ലാവരോടും സ്വാഭാവികമായി അന്വേഷണം വരേണ്ടതാണ്. അതാണ് ഏറ്റവും വലിയ സങ്കടം. എൻ്റെ ഒരു സംശയം, അവർ ഇത്രയും കാലം ഈ സംഘടനയ്ക്ക് വേണ്ടി ആടിയും പാടിയും ഡാൻസ് ചെയ്തും നാടകം അഭിനയിച്ചും ഉണ്ടാക്കി കൊടുത്ത പണമാണ്. അവരുടെ തല കുനിഞ്ഞു പോകുന്ന തരത്തിലാണ് ഈ സംഘടനയിലെ അംഗങ്ങൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അവരിതെങ്ങനെ സഹിക്കുമെന്ന് സത്യത്തെ ആലോചിക്കുന്നുണ്ട്. അവർ രാജിവെച്ച് പോകാതിരിക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അത് ബാലിശമാണെന്ന് വെച്ചാൽ ശ്വേതയുടെ പരാതി ഒന്ന് സെൻസർ ചെയ്ത ചിത്രങ്ങൾ അഭിനയിച്ചു, എന്നിട്ട് അത് ശരീരം കാണിച്ച് പണം വാങ്ങിച്ചു. പിന്നെ അഭിനയിക്കുമ്പോൾ സിനിമ കാണിക്കുമ്പോൾ ഒരു സെൻസർ ചെയ്ത പടത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. പിന്നെ ചില പോൺ സൈറ്റുകളിൽ ആക്ടേഴ്സിൻ്റെ പടം ഇടുന്ന ഒരു രീതിയുണ്ട്, അത് ഇവരുടെ അനുവാദത്തോടെയാണെന്നുള്ള ആരോപണമാണ് അടുത്തത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമുക്കിങ്ങനെ അറിയാൻ പറ്റും ഏതൊക്കെ സൈറ്റിൽ ഏതൊക്കെ ആക്ടേഴ്സിൻ്റെ പടം ഉപയോഗിക്കുന്നുണ്ടെന്ന്? ഏറ്റവും ഐശ്വര്യ റായിയുടെ പടം വരെ അങ്ങനെയുള്ളതിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അവർ ഇതിൻ്റെ പടം കിട്ടുന്നുണ്ടെന്ന് ആരോപിച്ച ഇതിനൊക്കെ ഒരു ഏതെങ്കിലും നിലയ്ക്കൊരു ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണ്ടേ? എന്താണിത്? എങ്ങനെ ആരോപണം വരെ എന്തും വരെ ഒരു ആരോപണം അങ്ങോട്ട് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അവർ ക്രിമിനലായി, അവർ ക്യാൻസൽ കൾച്ചർ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയും ക്യാൻസൽ കൾച്ചർ ഈ നടപ്പിലാക്കിയ ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ട്, ഇനി ഇവർ പൊതുസമൂഹത്തിൽ ഇടപെടാൻ പാടുണ്ടോ എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ വേറൊരു ഫോമാണ് ഈ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ചും കൂടെ അങ്ങനെ ഒരു ഗൗരവമായി ഒരു ആരോപണം വരുന്നയാളെ ഗൗരവമായി കേരള സമൂഹം കാണുന്നത് കൊണ്ട് തന്നെ ആ ആരോപണം വെക്കേണ്ടത് പല കുറി ആലോചിച്ച് ഉറപ്പിച്ചിട്ട് വേണം ആരോപണം മുന്നോട്ട് വെക്കാൻ. മാധ്യമങ്ങളാണ് അതിന് ജാഗ്രത കാണിക്കേണ്ടത്. എനിക്കിതൊരു നല്ലത് വരും. ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് വരാൻ പോകുന്നതെന്ന് ദൈവം തമ്പുരാനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം എഴുതിപ്പോയ പോസ്റ്റിൽ, ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ഇനി അമ്മയിലെ പ്രവർത്തനങ്ങൾ മതിയാക്കുന്നു എന്നുള്ള പോസ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്, മാധ്യമങ്ങളിലൂടെ ഉപദേശിച്ച ആൾക്കാരെല്ലാവരെയും ജീവിതത്തിൽ മറക്കില്ല എന്ന്. അദ്ദേഹം വായിച്ചപ്പോൾ ഞങ്ങൾ സ്നേഹമായിട്ടാക്കിയോ ഇനി ജീവിതത്തിൽ മറക്കില്ല എന്നാണ് വായിച്ചത്. പക്ഷേ യൂട്യൂബർ അത് എടുത്തു വായിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം പണി വരുന്നുണ്ട് അവറാച്ച എന്നറിയാം. വരുന്ന മുറയ്ക്ക് നേരിടാം.